ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ മാണ്ടേ ഇതാക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അപ്പോൾ ചാനൽ. ക്യാമറ കളകൂട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കും, എന്താണ് കച്ചവടത്തിന് പറ്റിയത്, എന്തുകൊണ്ടാണ് പുതിയ സാധനം ഇറക്കാത്തത്, എന്താണ് കച്ചവടത്തേക്ക് തിരിച്ചു വരാത്തത്. ഇനി ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ എത്രാമത്തെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 3 വർഷം. നമ്മള് ആദ്യം വീഡിയോ എടുത്തത് ഇവിടെ ഈ സ്ഥാനത്ത് വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞ വീഡിയോ തുടങ്ങേണ്ട ഒരു കാര്യം പറയാണ്ടാണ്. നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ പക്ഷെ ഇതല്ലേ കേട്ടാ, ബാക്ക്ഗ്രൗണ്ട് ഇതല്ലേ പെയിന്റടിച്ചതാണ്. ഇനി ഞാൻ അത് തുടങ്ങണതിൻ്റെ മുന്നേ ഞാൻ പറയാം, കുറേ ആൾക്കാർക്ക് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യണതിനെതിരുണ്ടാകും, കുറേ ആൾക്കാർക്ക് പല പല പ്രശ്നങ്ങളുണ്ടാകും. ഇത് എൻ്റെ 2003 ഒരു ജേണിയാണ്. 2023 ഇത്രയും വലിയൊരു ഇടങ്ങാർക്ക് ഫസ്റ്റ് കാല് കുത്തിയത് 2003 അതായത് എൻ്റെ കല്യാണം. അത് അറിയാതെ വന്നു പോയത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമ്മളെ ഉമ്മ പോയത്, അത് പിന്നെ പടച്ചോൻ്റെ വിളിയാണല്ലോ, അത് തടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ അതിനിടയിൽ പൊട്ടലും ചീറ്റലുകളും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ പക്ഷേ ഇനി എനിക്ക് തിരിച്ച് ഈ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റൂല എന്നൊക്കെയുള്ളൊരു തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ പടച്ചോനാണല്ലോ, പടപ്പുകൾ എത്ര കാണിച്ചാലും പടച്ചോൻ തളർത്താൻ ഞാൻ മതി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഞാൻ ഇങ്ങനെ ആയി എന്നുള്ളത്. എല്ലാവരും വിജയിച്ച കഥകളേറ്റ് പല ആൾക്കാർ, ഞാനടക്കം ജോസ് ടോൾസിൽ വന്നത് ഞാൻ വിജയിച്ച കഥകളാണ്. ഇപ്പം ഞാൻ പറയണത് ഞാൻ തോറ്റ കഥകളാണ്, അതായത് ഞാൻ തോൽവിയിലേക്ക് നിലം പതിച്ച കഥകളാണ്. ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിലായാലും വീഡിയോയിലും ചില ക്യാപ്ഷൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, എന്താണ് പ്രശ്നം, എന്താണ് ഫുൾ നെഗറ്റീവ് തോട്ടാണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ നെഗറ്റീവ് ഞാൻ ചിന്തിച്ചിട്ടല്ല, ചില വാക്കുകൾ നമ്മൾ അനുഭവത്തിലൂടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ ഞാൻ ഈ 2003 കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ പറയണത്. 2003 അല്ല, 2023. 2003 പറയുകയാണെങ്കിൽ നമുക്ക് മെഗാ സീരിയൽ ഇറക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതാണ് ഞാൻ പറയാൻ പോണത്. ചിലപ്പോൾ ചിലരുടെ മനസ്സുകൾ വേദനിച്ചേക്കാം, ചിലപ്പോൾ ചിലരെ പറഞ്ഞ് പോയേക്കാം. ഇതൊക്കെ യാദൃശ്ചികമാണ്. കാരണം ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരുപാട് പൈസ പോയപ്പോഴൊന്നും എനിക്ക് ഇത്ര വലിയൊരു സങ്കടം എന്ന് പറയുന്നത്, ഒരു പക്ഷേ എന്നെ കൊണ്ട് വീട്ടാൻ പറ്റും എന്നുള്ള ടിഷ്യൂ പേപ്പർ എടുത്തോളാം പറ്റും എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ആകെ തലകുത്തി മറിഞ്ഞ് ആകെ അങ്ങനെ വഴി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിന്ന് പാലക്കാട്ടേക്ക് അത് 2 പാർട്ടായിട്ട് ഇടും, ഞാനിന്ന് മുഴുവൻ പറഞ്ഞു തീർക്കും. പാലക്കാട് പോയിരുന്നു. അപ്പം ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് എവിടേക്ക് പോവുകയാണെങ്കിലും. പക്ഷേ ഇന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ മുതൽ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വരുന്നു കേട്ടോ, ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ്. പക്ഷേ ഞാൻ 3 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ഇപ്പോൾ പർച്ചേസിന് പോയിരുന്നത്. ഇതിൻ്റെ മുന്നേ ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് പൈസ അവിടെ കൊടുക്കേണ്ടായിരുന്നു, കുറച്ച് കൊടുത്തു. പാലക്കാട് ഞാൻ 1 ലക്ഷം രൂപ, ഇത് ഞാൻ എൻ്റെ കഥ ഞാൻ ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. 1 ലക്ഷം രൂപ ഞാൻ അവിടെ കൊടുക്കേണ്ടായിരുന്നു. അത് എങ്ങനെ ഞാൻ അവിടെ അങ്ങനെ ആയത് എന്നുള്ളത് എനിക്കൊന്ന്, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഓട്ടോയിലൊക്കെ എനിക്ക് ഇങ്ങനെ കരച്ചിൽ വരും കേട്ടോ. അപ്പം അങ്ങനെ ഇറങ്ങി മലപ്പുറത്ത് ഇറങ്ങി ബസ് കയറി. പക്ഷെ ഞാൻ പെരിന്തൽമണ്ണ എത്തിയപ്പോൾ പെട്ടെന്ന് ഞാൻ കരഞ്ഞു പോയി. പക്ഷെ എന്നെ കൂടെ പിടിച്ചിട്ട് നിൽക്കില്ല. അപ്പോൾ എൻ്റെ അടുത്തിരിക്കണ ഒരാളിനോട് ചോദിച്ചു, ഒരു ചേച്ചി ചോദിച്ചു, എന്താ പ്രശ്നം പറ, എന്താ പ്രശ്നം കേട്ടോ, എന്താ പ്രശ്നം രണ്ടാളും വർത്താനം. അപ്പം ഞാൻ ബാക്കിലായിരുന്നു ഇപ്രാവശ്യം. ഞാൻ ഒന്നുമില്ല കാരണമില്ലാതെ കരയില്ല, എന്താണ് പ്രശ്നം പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പം മുന്നിലിരിക്കുന്ന വേറെ ചേച്ചി ഉണ്ട്, അപ്പം എന്താണ് ഇനിയിപ്പോൾ എന്ത് വിചാരിച്ചു എന്ന് എനിക്കറിയില്ല. അപ്പം പിന്നെ വിചാരിച്ചു, അത് ഞാൻ പറയാതെ ഇങ്ങനെ
എന്തിനാണ് മറ്റുള്ളവരെ ചോദ്യങ്ങൾക്ക് ഒരു സംശയമോനെ ഇട്ട് കൊടുത്ത് ഞാൻ നടക്കുന്നത്. അപ്പോൾ 2023 നമ്മൾ കട സ്റ്റാർട്ട് ചെയ്തത്? 2023 2017 ഞാൻ ജെൻസിൻ്റെ കടയാണ് പറയണത്. 2000 കുഴപ്പമില്ലാതെ ഞാൻ അത് ലോൺ എടുത്തിട്ട് എൻ്റെ പേരിൽ ഒരു PMEG ലോണും ഉണ്ടായിരുന്നു, ഒരു ബജാജിൻ്റെ ലോണും, പിന്നെ നമ്മളെ ഒരു അങ്ങനെ അത് എടുത്തിട്ട് തന്നെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ ഞാൻ പോകുമായിരുന്നു. അതും വന്ന് ഞാൻ ഒരുപാട് കാരണം അവിടെ ഉപ്പി ഉണ്ടായിരുന്നു, ഇവന് നോക്കാന്നുള്ള ഇതിലാണ് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഉപ്പാക്കും എന്തെങ്കിലും വരുമാനം മാർഗം ആയിക്കോട്ടെ എന്നുള്ളതിൽ ഞാൻ അതിട്ടത്. അപ്പോൾ ഈ 2-3 ലോണും ഇതും ഇങ്ങനെ അടച്ച് ഈ മാക്സിമം കച്ചവടം അത് ഞാനൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം എനിക്ക് ഇത്ര കിട്ടണം, ഇത്ര വേണമെന്നുള്ള ഒരു ഇതിൽ അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാതെ അതുമത്തെ കാര്യങ്ങളും ഇതുപോലത്തെ കാര്യങ്ങളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ആണ് കാരണം ചില മാസം നമുക്ക് നമ്മൾ വിചാരിച്ചത്ര സെയിൽ നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ എത്തിച്ചും, എന്നാലും നമുക്ക് മാഷാ അല്ലാഹ് കുഴപ്പമില്ലാതെ അങ്ങനെ പോണ ഇടയിൽ ഉണ്ട്. ഒരു മാസം ഇതാകുമ്പോൾ കുറിയും അതും ഇതൊക്കെ പാടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില മാസങ്ങൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ചെറിയ പെരുന്നാൾക്ക് അതിലാണെങ്കിൽ നമ്മളിവിടുന്ന് ഒരു 15,000 ഉറുപ്പ്യ പോയതില്ലേ. ഒരു 50 പോകണ്ടായിരുന്നു. പഠിച്ചവൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് 15 പോയതുള്ളൂ. അതിൻ്റെ മുന്നേക്ക് ഒരുപാട് പൈസ പോയിട്ടുണ്ട് കേട്ടോ. പോയത് പറഞ്ഞാൽ നമ്മൾ പർച്ചേസിന് പൈസ അയച്ചു കൊടുക്കുന്ന സമയത്ത് പോകും. അതുപോലെ തന്നെ വിശ്വാസത്തോട് കൂടി നമ്മളെ കൊറോണ സമയത്ത് കടം കൊണ്ടുപോയി നമ്മളെ പറ്റിച്ചോലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെരുന്നാൾ കഴിഞ്ഞ പിറ്റേന്ന് എൻ്റെ എളാപ്പ് വന്നിട്ട് ഒരു ആപ്പിനെ കുറിച്ച് പറയണത്. ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, അതിൽ പൈസ ഇട്ടാൽ ഇങ്ങനെ കിട്ടും അങ്ങനെ കിട്ടും. ഞാൻ പറഞ്ഞു ഒരു ആപ്പിലും കൂപ്പിലും ഞാനില്ല. പണ്ട് ഇതേപോലെ എന്തോ ഒന്നിൽ കൂടിയതാണ്, അത് ICICI പ്രൊഡൻഷ്യൽ ഇൻഷുറൻസിൻ്റെ ഇതിൽ ഞാൻ ആ പൈസ ഞാൻ കടം വീട്ടിൽ കൊടുക്കേണ്ടി വന്നത് കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു ആപ്പും കൂപ്പും ഒന്നും വേണ്ട, ഞാൻ അധ്വാനിച്ചുണ്ടാക്കണ പൈസ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ മാസത്തേമാതിരി ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരു ചെറിയ പ്രശ്നം കാരണം ഞാൻ ചെറിയ ടൈറ്റിലാണ്. അത് ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തുടങ്ങി ദിവസം രാവിലെയും വൈകുന്നേരം വരും. ചില സമയം ഞാൻ പഠിച്ച റബ്ബാണ് സത്യം, എൻ്റെ അമ്മയാണ് ഇതിൽ ഞാൻ പറയണത്. ചില സമയത്ത് ഞാൻ ഫോൺ എടുക്കലില്ല, ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട് ഇല്ലേ. ഞാൻ ഫോൺ എടുക്കലില്ല, കാരണം ഈ ഒരു ആപ്പിൽ എങ്ങനെയെങ്കിലും പിന്നെ ചേർത്തണം എന്നുള്ളതിൽ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ അതിൽ ചേരാനുള്ള. അപ്പോൾ ആപ്പാൻ്റെ ബുദ്ധിമുട്ടുകൾ പറയും, ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയും. ഞാൻ ലോണുണ്ട്, എനിക്ക് ലോൺ ആദ്യം കിട്ടണം, ഞാൻ ബജാജ് ലോണ് നല്ല പലിശയാണ്, അപ്പോൾ അത് കാരണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിൽ ഇത്രട്ട് അങ്ങനെ കിട്ടും, അങ്ങനെ ലാഭമാണ് ഇങ്ങനെ ലാഭമാണ്. 500 ഇട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ് 500. അങ്ങനെ 1.5 മാസങ്ങൾക്ക് ശേഷം വലിയ പെരുന്നാളിൻ്റെ 2 ദിവസം ഒരാഴ്ച മുന്നേറ്റ് ഫസ്റ്റ് ഒരു 500 ഇട്ടു. 500 ഇട്ടു. പിന്നെ 5000 ഇട്ടാൽ 15,000 ഉറുപ്പ്യ ഓഫറാണ് എന്നൊക്കെ പറഞ്ഞ് വന്നാൽ അങ്ങനെ എന്ത് ചെയ്തു 30, 50 പിന്നെ എൻ്റെ പൈസ അല്ല വേറെ ആൾക്കാരെ പൈസ ഒക്കെ ആയിട്ട് അങ്ങനെ അതിലാണ് ചേർന്നു. തിരിച്ച് കിട്ടിയിട്ടുള്ളൂ. അതായത് അപ്പോൾ 2 ദിവസം ഞാൻ ഇട്ടപ്പോൾ എനിക്ക് 29, 500 ഇട്ടപ്പോൾ 29 വെച്ചിട്ടാണ് അങ്ങനെ എന്തല്ലേ കയറിയത്. ഒരു ദിവസം 23 ഉറുപ്പ്യ വെച്ചിട്ട് എത്ര ദിവസം കൊണ്ട് 40 ദിവസം കൊണ്ട് 1000 ഉറുപ്പ്യ 900 സംതിങ്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, വേണ്ട ഞാൻ ചേരുന്നില്ല. പക്ഷെ 1.5 മാസം നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1.5 മാസം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ 1.5 മാസം ഒരു ഗുളി കുടിക്കണ നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ എൻ്റെ പിന്നെ ഒപ്പം ആപ്പുണ്ടായിരുന്നു. വിളിച്ചിട്ടും ഇതാക്കിയിട്ടും അവസാനം എളാപ്പാൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു. വരുമാനം അത് ഇത് കിട്ടിയ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞപ്പോൾ ഈ കൂടിയാൽ കമ്മീഷൻ കിട്ടും എനിക്ക് അങ്ങനെ ഓരോരുത്തരുടെ പേരൊക്കെ പറഞ്ഞു ഓലൊക്കെ ഇതാക്കായിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഒരാളെ കണ്ണീര് കണ്ടാൽ ഞാൻ അതിൽ വേഗം പോകുന്ന ഒരാളാണ്, ഇനിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ എന്ത് ചെയ്തു അയക്കെടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ഓരോരുത്തരും നമ്മളോട് എന്തെങ്കിലും ജോലിയും കാര്യങ്ങളും കൂലിയൊക്കെ അന്വേഷിച്ച് വരുന്ന ആൾക്കാർക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവർക്കും ഇത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാൻ ഒരു ദിവസം നമ്മളെ ബാവസ്ഥാദുണ്ട് വിളിക്കണം. അപ്പോൾ ബാവസ്ഥാദിനോട് ബാവസ്ഥാദ് പറഞ്ഞാൽ അറിയില്ല മലപ്പുറം ചങ്സ്, ഇനി ആളെ പേര് പറഞ്ഞു കഴിഞ്ഞാൾക്ക് ഞാൻ പറഞ്ഞു ബാവസ്ഥാദ് ഞാൻ അങ്ങനെ ഇതിൽ കൂടിയിരിക്കണ്, ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ പൊന്നാര ചെയ്തത്, അത് നിങ്ങൾക്ക് എന്താ പിരാന്താണോ
അങ്ങനത്തെ ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ, നിങ്ങൾക്ക് വട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചേർന്നതാണ്. നിങ്ങളെ പൈസ കൊടുക്കരുത്, ഇടരുത്, ഇനി നിങ്ങൾ ആരെങ്കിലും ഇട്ടാലും പാടില്ല, നിങ്ങളെ പൈസ ഇടരുത്, നിങ്ങൾ എങ്ങനെ നയിച്ചുണ്ടാക്കണ പൈസയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ കുറേ നല്ല ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ട് ഒരു ആങ്ങളാര സ്ഥാനത്ത് നിന്നിട്ട് നമുക്ക് പറഞ്ഞു തരാനും. കാരണം നമുക്ക് സ്വന്തം ആങ്ങളാരെ നമ്മളോട് വിളിക്കലോ സംസാരിക്കലോ അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു, പക്ഷെ ഇവർ ആരെ വാക്ക് കേട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇട്ട് വേറെ ആളിന്ന് 30 വാങ്ങി, അത് ഇട്ടു. പിന്നെ പേര് പറയാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്, ഓലൊക്കെ പറയുന്നത് ഞങ്ങൾ ഇട്ടുക്കണു എന്നാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ആൾക്കാർ എനിക്ക് വിളിക്കണം, ഇതെന്തത് തുറയണില്ല ഈ ആപ്പ്, ഇത് വൈറ്റ് ആയിട്ട് കിടക്കണേ, ഇതിൽ പൈസ കയറണില്ല. ഞാൻ ആകെ അന്തം വിട്ടു. ഞാൻ ഇത് തുറന്നു നോക്കുമ്പോൾ ഇൻ്റെതും ആദ്യം നമ്മള് വരുന്നുണ്ട്, പക്ഷെ ക്രെഡിറ്റ് ആവണില്ല. അതിന് ഞാൻ ആകെ പേടിച്ചു. അപ്പോൾ 1 ദിവസം കൊണ്ട് ശരിയാകും, 2 ദിവസം കൊണ്ട് ശരിയാകും. പിന്നെ അറിയണത് ഇത് പൊട്ടി പാളീസായി. ഇത് പൊട്ടിയെന്ന് കണ്ടോട് കൂടി എവിടുന്നൊക്കെ എനിക്ക് നിങ്ങൾ ലിങ്ക് തന്ന ലിങ്ക് കയറി ഞങ്ങൾ ഇത്ര പൈസ അയച്ചു, ഞങ്ങൾ ഇത്ര അയച്ചു എന്നാണ് നിൽക്കുന്ന അടിയിൽ ബാസ്താദിൻ്റെ വിളിക്കണം എന്ന് വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഇത് മിഞ്ഞാന്ന് പറഞ്ഞില്ലേ, ഞാനും അതിൽ കുറച്ച് പൈസ ഇട്ടാലോ, ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ എനിക്കും തോന്നി ചിലപ്പോൾ കിട്ടിയാലോ. ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ബാസ്താദ് 2 ദിവസമായിട്ട് പൈസ കയറും. ബാസ്താദ് പെരും ചീറി. അതിന് ഞാനും അല്ല ഞാൻ വിട്ടു. പക്ഷെ എനിക്ക് കരയാനുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ചിരിച്ചു. അതിൽ എന്നോട് പറഞ്ഞു ശരിയായാൽ പറയുന്നുണ്ട് കേട്ടോ പറഞ്ഞു. പിന്നെ അത് ശരിയായില്ല. പിന്നെ എന്താ ഇത് ആ പൈസ മൊത്തം പോവുകയാണ് ചെയ്തത്. അല്ല നമ്മൾ ഇട്ട് ഇങ്ങനെ ആയപ്പോൾ ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് 1 മാസം 1.5-2 മാസം മുന്നേ പൊട്ടിയ സാധനമാണ്. അതിൽ കൊണ്ടുപോയിട്ടാണ് ഇന്നെ കൊണ്ടുപോയി ചേർത്തിരിക്കണത്. പക്ഷെ ഞാനിതറിയില്ല, ഇതിൽ ഞാൻ ഇടുന്ന സമയത്ത് ഞാൻ കൊടുക്കണ, ഞാൻ ഈ പൈസ ഇതിൽ 500 ആണെങ്കിൽ 500 ഇടാൻ പറയുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു പെണ്ണ് നയിച്ചിട്ടാണ് ഈ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ റോഡ് സൈഡിലാണ് കിടക്കുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വീട്, എനിക്ക് അതിൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. എൻ്റെ വീട് എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ ഒരു ചെറിയൊരു വീട് 2 റൂമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണ പോലെ, പക്ഷെ അത് എൻ്റെ സ്വന്തം എന്നുള്ള സ്ഥലത്ത് എനിക്ക് ആ വീട് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ പൈസ ഇപ്പം ഞാൻ ഒരുപാട് ഇതിൽ പെട്ട് പൈസ പോയി. ഇനി ഞാൻ പൈസ തരൂല പറഞ്ഞ് നിൽക്കണേ. ഇതിൽ ഇവൻ പറഞ്ഞു ഞങ്ങൾ സെർച്ച് എന്താ വെച്ചാൽ പലിശ അറാം അങ്ങനത്തെ ബജാജിൻ്റെ ഇതിൻ്റെയൊക്കെ ലോണ് നല്ല പലിശ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഇതൊന്ന് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് നമുക്കാണ് ക്ലോസ് ചെയ്യാം, പലിശ ബൈക്ക് കൊണ്ട് ഇട്ടാൽ മതിയല്ലോ. അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ ആ ലോണ് ബജാജിൻ്റെ ലോൺ എടുത്തവർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ പലിശ ഇതെടുത്തുകൊണ്ട് ഈ 5000 ഉറുപ്പ്യ ഇട്ടാൽ 15000 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 5 മുതലെടുത്താൽ 10 അയക്കിടാം. പക്ഷേ എന്നെ അറിയണ വേറെ ആൾക്കാർ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ പൈസ ഇട്ടുതരാം, പക്ഷേ ഇജ്ജിടരുത് എന്നോട് അങ്ങനെ പറയാം. അപ്പം ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു ഇവർക്കൊക്കെ എന്ത് എന്നോട് ഇത്ര അസൂയ. ഞാൻ ഇവരോട് പറഞ്ഞു ഇവർക്കൊക്കെ എന്നോട് അസൂയ. എന്നോട് ഞങ്ങൾ എക്സ്പീരിയൻസ് മറ്റേ ട്രേഡിങ് ബിറ്റ് കോയിൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇവരോട് പറഞ്ഞു ഇവർക്കൊക്കെ നല്ല അസൂയാണ് കേട്ടോ, ഇവരൊക്കെ എന്നോട് ഇടണ്ട പറഞ്ഞു. ഓലൊക്കെ ഇടാൻ തയ്യാറാണ്, പക്ഷെ ഈ ഇടണ്ട കേട്ടോ എന്നോട് അങ്ങനെ ഇന്നെ അറിയുന്ന ആൾക്കാർ. പക്ഷെ ഇവരിത് വാക്കൊന്നും ഞാൻ കേട്ടില്ല എന്നാണ് അതിനർത്ഥം. അങ്ങനെ എന്ത് ചെയ്തു, ആ പൈസ പോയി നല്ല 2 ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞേക്ക് എനിക്കിങ്ങനെ ഓരോ നമ്മൾ എന്നോട് പറഞ്ഞതാണ് എത്ര ആളെ വേണമെങ്കിലും ഇതിൽ ചേർക്കാന്നുള്ളത്. പക്ഷെ ഇത് പൊട്ടിയത് കാരണം എനിക്കൊരാളെ നമ്പർ തന്നിരുന്നു. എന്നോട് കുറേ ആൾക്കാർ ഇപ്പോൾ അതാ പറയണത്, ഒരു സംസാരിക്കാൻ വയ്യാത്ത പെണ്ണാണ്, ഒരു ചെവി കേൾക്കാൻ വയ്യാത്ത പെണ്ണാണ്, ടെക്സ്റ്റ് ചെയ്യാനേ അറിയുള്ളൂ, വിളിക്കാൻ പാടില്ല. അവിടെ തന്നെ എന്തോ ഒരു ഫാൾട്ട് ഇപ്പം എനിക്ക് മണക്കണുണ്ട് കേട്ടോ. കാരണം അപ്പം നമുക്ക് അത് ആലോചിച്ചില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ഈ 15 കിട്ടുകയാണെങ്കിൽ ഈ ബജാജിൻ്റെ ലോണ് ഞാൻ അങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടത്. പക്ഷെ 15 അല്ല ഇട്ടിട്ടുള്ളത്, അതിലും അധികം ഇട്ടിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ നമ്മളിത് എന്ത് ചെയ്തു, ഈ ഇങ്ങനെ ഓരോരുത്തർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തവരുണ്ടാവില്ല, ഇവരൊക്കെ എനിക്ക് ഈ സ്ക്രീൻഷോട്ട് അയച്ചിരിക്കുന്നു, ഞങ്ങൾ ഇത്ര പൈസ ഇട്ടു, ഞങ്ങളെ പൈസ കിട്ടണില്ല, നിങ്ങളാണ് അതിന് ഇത്ര മതി, ഞങ്ങൾ പൈസ വേണം. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും?
ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്നല്ല, അവരിട്ടു. പക്ഷേ ഞാൻ ഇട്ടത് എൻ്റെ ഉത്തരവാദിത്തത്തിൽ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, പടച്ചോനെ വെച്ചിട്ട് ഞാൻ എന്ത് പറയണം, ഇനി അതിലൊരാൾക്കും ഞാൻ പൈസ കൊടുക്കില്ല, എല്ലാവരുടെ പൈസയും ഞാൻ കൊടുത്തു വീട്ടി. കാരണം ഞാൻ ഒരാളെ കൊണ്ടുപോയി കുടിക്കുമ്പോൾ അതിൽ ഓരോരുത്തർ പറഞ്ഞു എൻ്റെ പേരിൽ, ചിലപ്പോൾ ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിലോ എൻ്റെ ഉപ്പാക്ക്, എൻ്റെ താത്താക്ക്, എൻ്റെ അനിയത്തിക്കൊക്കെ ചിലപ്പോൾ ഈ സംഭവം ഇത്രയും വ്യക്തമായിട്ട് ഇപ്പോഴായിരിക്കും അറിയാം. ഒരു എൻ്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിലും പറഞ്ഞവർ എല്ലാവരും പൈസയും എന്നോട് ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു വേറെ ആൾക്കാർ ഇതിൽ കയറ്റണ്ട കേട്ടോ, കാരണം ഇത് അഥവാ പൊട്ടിയ പൈസ വെക്കേണ്ടി വരും. പക്ഷെ ഞാൻ ചോദിക്കുമ്പോൾ ഇതും കോഴിക്കോട് ഓഫീസുണ്ട്, ഇവിടെ ഓഫീസുണ്ട്, പിന്നെ ആപ്പാൻ്റെ മക്കൾ അതിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് എടുത്ത് കൊടുത്ത്. ഇത് പൊട്ടി കഴിഞ്ഞപ്പോൾ ഇവരാരും ഇല്ല, നമ്മൾ അയൽവാസികളുണ്ട്, ഇവരുണ്ട്, മറ്റുകളുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവരാരും അതിലുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, എൻ്റെ ആ പൈസ പോയി എന്നല്ല, ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഞാൻ എന്ത് ചെയ്യേണ്ടിയിരുന്നു, പൈസ വെക്കേണ്ടി വന്നു. അങ്ങനെ വെക്കണത് എവിടെയെന്ന് വെച്ചാൽ ഞാൻ കച്ചവടം ചെയ്ത പൈസയും എല്ലാം എൻ്റെ അടുത്തുള്ള എല്ലാ പൈസയും കൂട്ടിയിട്ട് ഞാൻ വലിയൊരു ബാധ്യതയിലേക്ക് ഞാൻ ചെന്ന് ചാടി. കാരണം എന്താ വെച്ചാൽ എൻ്റെ പേരിൽ കേസ് വരും. കേസ് വന്നു കഴിഞ്ഞാൽ കാരണം എനിക്കിത് ആരോടും പറയാൻ പറ്റില്ല. പറ്റാത്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, കാരണം എന്നോട് എല്ലാവരും പറഞ്ഞതാണല്ലോ, ഇത് പൈസ ഇടണ്ട, ഞങ്ങളൊക്കെ വേണമെങ്കിൽ ഇട്ട് തരാം. കാരണം ഓലൊക്കെ ആണുങ്ങളാണ് ഓലെടുത്ത് ഓല ഇതാണ്. അപ്പോൾ ആ ഒരു ഇതിലാണ്, കാരണം ഞാനൊരു പെണ്ണ് നയിച്ചുണ്ടാക്കിയ പൈസ ഇങ്ങനെ പോവരുത് വിചാരിച്ചിട്ടാണ് സത്യത്തിൽ ഓല് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നെഗറ്റീവ് വരാൻ ഇതൊന്നുമല്ല കേട്ടോ. ഞാൻ ഇനി വീഡിയോസിൻ്റെ മുന്നിലിരുന്ന് ഞങ്ങളിതൊരു വീഡിയോ ചെയ്തു, പിന്നെ വിചാരിച്ചു വേണ്ട, അത് അപ്ലോഡ് ആക്കണ്ട, കാരണം ഇനി ഒരിക്കലും കരഞ്ഞിട്ട് സോഷ്യൽ മീഡിയൻ്റെ മുന്നിൽ വരില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ ഇത് ഒന്നിനും വഴി പറഞ്ഞിട്ട്, ഞാൻ വന്ന വഴി ഇനി ആരും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ആരോടും പറഞ്ഞതില്ല എൻ്റെ പേരിൽ കേസ്. കാരണം ഞാൻ അതൊക്കെ ഇതാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇരുന്നത് പറയുന്നത്. എന്താണ് എൻ്റെ പേരിൽ കേസ്, ഒരു ആളെ ഹസ്ബൻഡ് നാട്ടിൽ വരുന്നുണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേസ് കൊടുക്കണ്ട, ആ പൈസ ഞാൻ വെച്ച് തരാം. എൻ്റെ മുന്നിൽ പിന്നെ വേറൊരു മാർഗം എനിക്കില്ല. കാരണം ഞാൻ റോഡ് സൈഡ് കിടക്കണം, ഞാൻ അത്രയും പറഞ്ഞതാണ്, റോഡ് സൈഡ് കിടക്കുന്നതാണ്. ഞാൻ ഇത് കൊടുക്കുമ്പോൾ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇവരൊക്കെ ബാബു എൻ്റെ അടുത്ത് പൈസ കൊണ്ടുപോയിട്ട് സാധനം മേടിച്ചു കൊണ്ടിട്ട് അത് തിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇനിയൊരു കുടുംബത്തിൻ്റെ എന്നിട്ട് പിന്നെ എന്നോട് തെറ്റി നടക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഒക്കെ ഞാനല്ല ഇത് പോകൂല എന്നുള്ള വിശ്വാസം. അപ്പം ഞാൻ ഇത് പോയി കണ്ടപ്പോൾ ഞാൻ ആപ്പാ വിളിച്ചു, നിങ്ങൾ കോഴിക്കോട് ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ച് നോക്കുമോ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ആ കോഴിക്കോട് അങ്ങനെ ഒരു ഓഫീസേ ഇല്ല. ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്നൊന്നും അറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാക്കോ അറിയില്ല. അങ്ങനെ ആ പൈസ പോയി ഇവരോരോരുത്തരുത്. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ആപ്പാക്ക് വിളിച്ചിട്ട് ഞാൻ ആപ്പാണ്ട് പറഞ്ഞു. അപ്പം ഞാൻ വിഷം കുടിച്ചു, ഞങ്ങളെ പേര് എഴുതി വെച്ചിട്ട് തന്നെ ഞാൻ വിഷം കുടിച്ചു. കാരണം ഇത് ഇത്രയും പൈസ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം ഞാൻ ഇതിപ്പോൾ പറഞ്ഞിട്ടില്ല, പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ ഫാമിലിനോട് മുണ്ടാനും ഇതാക്കാനൊന്നും ചിലപ്പോൾ വരുന്നുണ്ടാവില്ല, പോവുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് പറഞ്ഞിടാമല്ലോ. അപ്പോൾ എനിക്കിനി എന്തെങ്കിലും സംഭവിച്ചാലും ഇത് ഇവിടെ തന്നെ കിടക്കുമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, ആ പൈസ പോയി. ഇവരെ ഏകദേശങ്ങൾ കടങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കണം. അതിലൊരു താത്ത പറഞ്ഞു എനിക്കൊരു 5-6 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി. ഒരാൾ പറഞ്ഞു എനിക്കൊരു 6 മാസത്തെ ഒരു ഇട തരാം, അപ്പത്തിന് എനിക്ക് വീട്ടിൽ തന്നാൽ മതിയാണ്. കാരണം ഒരു 5-6 ആളെ പൈസ ഞാൻ കൊടുക്കാണ്ടായിരുന്നു. അപ്പത്തിന് ഞാൻ വലിയൊരു ബാധ്യതയിൽ അടപ്പെട്ടു ഇതായി. പക്ഷെ ഞാൻ അപ്പോഴും എൻ്റെ ഇത് കച്ചവടം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. കച്ചവടം വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ഇതില്ലാത്തൊരവസ്ഥയായി. അങ്ങനെ ഞാൻ ഓരോരുത്തരോട് പറയൽ തുടങ്ങി, ഞാൻ ഇങ്ങനെ പെട്ടു, ഇങ്ങനെ എൻ്റെ പൈസ പോയി. കാരണം ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരണോ, ഇത് ഇവരെടുത്ത് എത്തിക്കണോ എന്നുള്ളതോ അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓല അക്കൗണ്ടിൽ നിന്ന് പോയ ഇതല്ലേ നമുക്ക് തരണത്. കാരണം അതിൻ്റെ പേരിലൊരു കേസ് വരും. പിന്നെ എന്നോട് പറഞ്ഞു ഇതിൻ്റെ പേരിൽ കേസ് കൊടുത്തുകാണ്ട് കുറേ അത്രയും നമ്മൾ എവിടെ പോയിട്ട് പിന്നെ അതിന് കുറേ പൈസ ചിലവാക്കണം. മയക്കും നല്ലത് ഞാൻ എന്ത് ചെയ്തു, അറിയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയണത്, ഞാനത് കൊടുത്തു വീട്ടി. കാരണം എൻ്റെ പേരിൽ കേസ് വരാതിരിക്കാനും.
പിന്നെ എൻ്റെ മുന്നിൽ ഒരു മാർഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ മഴദിനിൽ ഞാൻ എതിരാണെന്ന് പറഞ്ഞു. കാരണം ഈ അവസ്ഥയിൽ എനിക്ക് ശാലുവിൻ്റെ ഫീസ് കൊടുക്കുക എന്നുള്ളത് എനിക്ക് എന്നെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയായി. അപ്പം ഞാൻ ഓനോട് പറഞ്ഞു, ശാലു മഴദിന്ന് പോന്ന് ഗവൺമെൻറ് സ്കൂൾക്ക് ചേരും, എന്നെ കൊണ്ട് വയ്യ. കാരണം ഇപ്പോൾ ആദ്യത്തെ അത്ര മാർക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ എന്ത് ചെയ്യേ മഴദിന്ന് പോന്നിട്ട് എന്ത് ചെയ്യണം, സാധാ ഗവൺമെൻറ് സ്കൂൾക്ക് ഇപ്പോൾ ചേർത്തി തരാം എന്ന് പറഞ്ഞു. കുട്ടി എന്ത് പറഞ്ഞാലും മഴദിന്ന് പൂരാ ഇതാവില്ല. ഒരുപാട് ആൾക്കാരിനോട് ചോദിച്ചതാണ്, എന്തിനാണ് മഴദിന്, നല്ല സ്കൂളല്ലേ, അവിടെ നിന്നോട്ടെ. മഴദിന് നല്ല സ്കൂളാണ്, നല്ലതാണ്. പക്ഷേ ഓന് പഠിപ്പിക്കുള്ള ഓൻ്റെ മൈൻഡും ഇതായി. പിന്നെ ഇത്രയും ഈ ഒരു ബാധ്യതയിൽ നേരം വെളുത്ത ഇന്നോടത്തേക്ക് പൈസ വേണം, നേരം വെളുത്ത ഓല അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കണം, നേരം വെളുത്ത ഇന്ന ആൾക്ക് പൈസ ചോദിച്ചു. കാരണം ഇതിൻ്റെ പിന്നിൽ കുടുങ്ങിയത് ഞാനാണ്. ഞാൻ ആ 2 റൂമിൽ ആർക്കും ഒരു ബാധ്യത ആവാതെ ഞാൻ അവിടെ താമസിക്കുകയായിരുന്നു. ആരടുത്തേക്കും ഞാൻ ഒന്നിനും പോക്കില്ല. ഇന്നെ ഇത്രയും വലിയൊരു കുണ്ടിലങ്ങോട്ട് ചാടിച്ചു. പിന്നെ എനിക്ക് ഇവൻ്റെ കാര്യത്തിലാണ്. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, ഞാൻ വല്ല ദർസിലും കൊണ്ടാക്കി തരാം, ഇത് ദയവ് ചെയ്ത് മഹദിന്ന് പോര് പറഞ്ഞു. ഇവ എന്ത് പറഞ്ഞാലും മഹദിന്ന് ഓൻ പോരൂല, ഈ നിമിഷം വരെ പോന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, ശാലു എന്താണ് പിഞ്ഞ് ഞാൻ ചണ്ടിയായി, ഇനി എൻ്റെ ചോരയും നീരൊന്നും പിയ്യാൻ ഇനി ഇല്ലേ ശാലു, ഇത് എന്ത് ചെയ്യേ, ഇത് മഹദിന്ന് പോരുന്നു. പറഞ്ഞു, ഞാൻ പോരില്ല, മഹദിന്ന് പോരില്ല, ഞാൻ എനിക്ക് അവിടെ തന്നെ പഠിക്കണം എന്നാണ്. അങ്ങനെ ആ ഇതിലിങ്ങനെ നിൽക്കുന്ന സമയത്ത്, കാരണം ഇവരുടെയൊക്കെ ബാധ്യതകളൊക്കെ ഇങ്ങനെ ഇതായി നിൽക്കണ, കയ്യിലൊന്നുമില്ല, നമ്മളിങ്ങനെ കച്ചവടം ചെയ്യുന്ന പൈസ ഉള്ളൂ കേട്ടോ. ആ ഒരു പൈസ അങ്ങനെ നടക്കണതിൽ എന്നോട് അതിൻ്റെ ഇടയിൽ അനിയത്തി പ്രസവിച്ചു. അപ്പോൾ അവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് പോക്കുണ്ട്. എന്നാലും ഞാൻ ഇത്രയും വലിയൊരു ഇതിലാണെന്നുള്ളതും ഇങ്ങനെ പൈസ പോയി ഇതായി എത്രയെന്നുള്ളതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അനിയത്തി പ്രസവിച്ചു, ഹോസ്പിറ്റലിൽ പോണ തിരക്കുണ്ടായിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടിയിലാണ്, ഈ പ്രശ്നത്തിൻ്റെ അടിയിലാണ് ഈ 5-ാം തീയതിൻ്റെ വാടക പ്രശ്നം വന്നത്. വാടക പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ അന്ന് 3000 രൂപയാണ് വാടക കൊടുക്കേണ്ട ഇതുണ്ടായിരുന്നു. 3000 രൂപ വാടക കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അക്കൗണ്ടിലിരുന്നു. ഞാൻ വിചാരിച്ചു അനിയത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന സമയത്ത് എടുത്ത് കൊടുക്കാന്നുള്ളത്. പക്ഷെ അവിടെ നിന്ന് വരുന്ന സമയത്ത് മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. അങ്ങനെ വാടക കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ പ്രശ്നത്തിൽ ഞാൻ കാണാഞ്ഞതുകൊണ്ട് 6-ാം തീയതി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. 7-ാം തീയതി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കിട്ടണ വരെ അടിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഇത് കേട്ട സമയത്ത് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് തുടങ്ങിയേക്ക് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്, മനഃപൂർവ്വം കാട്ടിയതാണ് അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരിക്കലും അല്ല പറഞ്ഞു ഞാനും. പക്ഷെ പെട്ടെന്ന് എൻ്റെ സൗണ്ട് അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിലും പെട്ടെന്ന് പറഞ്ഞാൽ എന്നെ പെടുത്തി. പിന്നെ എൻ്റെ അടുത്ത് ഒരു രക്ഷയില്ല. അതിന് തിരിച്ച് കയറാൻ ഇപ്പോൾ അവിടെ ആ കട ഉണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ 1-ാം തീയതി മുതൽ കട തുറക്കും, 2 സ്റ്റിച്ചിങ്ങിന് ആളെ വെച്ചിട്ടുണ്ട്, എല്ലാം ആദ്യമൊന്ന് തുടങ്ങാന്നുള്ള നിലക്ക് എല്ലാം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആണ് കുറേ ആൾക്കാർ ചോദിക്കും, എന്താണ് ഇത്ര വലിയ പ്രശ്നം അവിടെ നിന്ന് ഇറങ്ങാനെന്നൊക്കെ. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പെൻഡിങ്ങോ കാര്യങ്ങളോ വാടക ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ പറയുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 1 രൂപ ഇല്ല. 1 രൂപ എന്ന് പറഞ്ഞാൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ട് നമുക്ക്, കാരണം ഈ ഇതിന്ന് ഒന്നും നീർന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസംബറോട് കൂടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും, ഞാൻ ഈ ഒക്ടോബറിൽ 1000 രൂപയും കൂടി വാടക കൂട്ടിത്തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങി ഡിസംബറോട് കൂടി ഫുള്ള് സെറ്റാവും എന്നുള്ളതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഇതൊക്കെ പാടെ പെട്ടെന്ന് ആലോചിച്ചിട്ട് എന്താണെന്നറിയില്ല, എൻ്റെ സൗണ്ട് അങ്ങോട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാതെ അങ്ങോട്ടായിട്ടോ. പിന്നെ ഞാൻ ഉച്ചക്ക് വിളിച്ചപ്പോഴും ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നെ അതിൻ്റെ തലേന്ന് ഞാൻ ഉപ്പാണ്ട് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു വീട് വെക്കണം,
അതിന് എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഉപ്പാരോട് സ്ഥലം ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ നിവൃത്തികേട് ഇതാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു വീട് വെച്ചിട്ട് എനിക്ക് അവിടുന്ന് താമസം മാറണം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ ഞാനിപ്പം ഞാൻ ചെറിയ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് മാറി നിന്നതും. ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ച് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ സ്വന്തം വീട്ടിലേക്കേ വരുള്ളൂ എന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ടെന്നുള്ളത് ഉപ്പാനോട് എനിക്ക് വിളിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ജനം ഞാൻ കുറേ ആലോചിച്ചു ഞാൻ എന്താ ചെയ്യുക, സ്വന്തം വാടകയ്ക്ക് വേറെ പോവാ വേണ്ടോ, അതാ എന്താ ചെയ്യുക, ഒരു മുന്നിൽ ഒരു അവസ്ഥയില്ല. അപ്പം ഞാൻ അങ്ങനെ നിന്നു. എൻ്റെ ഏട്ടത്തി വിളിച്ചു, എൻ്റെ ഒച്ചയ്ക്ക് പോയി സംസാരിക്കാൻ പറ്റാതായി. അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കണ്ടേ എന്താണ്. അതിൻ്റെ ഇടയിൽ ഏട്ടത്തി വിളിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് മാറില്ലേ, അത് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. കാരണം എൻ്റെ മുന്നിൽ ഇനി മാർഗ്ഗമില്ല. ഞാൻ ഇവിടുന്ന് 2 വർഷം ഞാൻ ഇവിടുന്ന് 2 വർഷം മുന്നേ ഞാൻ ഇന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ മാറിത്തരാം എന്നുള്ളതിൽ ഞാൻ പോയതാണ്. ഞാൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് തിരിച്ച് കയറുക എന്നുള്ളത് ആലോചിക്കാൻ പറ്റണ ഒരു കാര്യമല്ലായിരുന്നു. കാരണം അതിന് ഞാൻ അങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർക്ക് വിളിക്കും. അതൊന്നും ഞാൻ ഇവിടെ പറഞ്ഞില്ല, എൻ്റെ പ്രശ്നം മാത്രം. ഏട്ടത്തി വിളിച്ചിരിക്കുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ. അപ്പോൾ ഉള്ളോട് ഇങ്ങനെ ചോദിക്കണ്ടേ എന്താ സംഭവം പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒന്നുമില്ല പിന്നെ പറയാറുണ്ട്, കട്ട് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. പറഞ്ഞു എന്നോട് ഇവിടുന്ന് ഇറങ്ങാൻ അങ്ങനെ പറഞ്ഞോളൂ. അപ്പോൾ എന്താ പ്രശ്നം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വാടക ഇങ്ങനെ കൊടുക്കാൻ വൈകി, ഞാൻ എവിടേക്കാ പോവാന്ന് എനിക്കറിയില്ല, ഇവിടെ ഞാൻ റൂം അന്വേഷിച്ചപ്പോൾ വേറെ എവിടെയും കിട്ടാനില്ല, ഞാൻ ഇനി എന്താ ചെയ്യുക ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് സങ്കടപ്പെടില്ലേ, അതൊന്നും പ്രശ്നമുണ്ടോ, താമസിച്ച് പെരീക്കാണ് മാറ്റിക്കളാം, അത് പ്രശ്നമൊന്നും ഇല്ലല്ലോ പറഞ്ഞു. അങ്ങനെ ഞാൻ 11:30 12 മണി 2 മണി വരെ എൻ്റെ ഉള്ള സൗണ്ടിൽ ഞാൻ ഓരോരുത്തരോട് അന്വേഷിച്ചു. എവിടെയും പെട്ടെന്ന് റൂം സെറ്റാവില്ല. അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇല്ല എനിക്ക് ഇനി ഇവിടെ നിന്നിട്ട് ഇതാകും എന്നുള്ളത്, ചിലപ്പോൾ പറഞ്ഞാലോ വിചാരിച്ചിട്ട്. പക്ഷെ ആൾ പറഞ്ഞില്ല, പെട്ടെന്ന് ദിവസം കണ്ട് മാറി തന്നളാന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഉറച്ച് നിന്നു. അതിൽ പിന്നെ കരഞ്ഞ് ഇപ്പോൾ വന്നു. പണയം പറഞ്ഞു അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോയി നോക്കിയിട്ട് പറഞ്ഞു ഞാൻ അവിടെ റൂം എടുത്തിട്ട് ഞാൻ അവിടെ താമസിക്കാം. പക്ഷെ അവിടെ നമ്മൾ പണി ഒക്കെ സെറ്റാക്കി വരുമ്പോൾ 1.5 ലക്ഷം ഉറുപ്പ്യാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഞാൻ ഈ ബാധ്യതയിൽ പെട്ടിട്ട് ഞാൻ ഫുള്ള് ഇതായി ഇരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് കാരണം ഇത് ഞാനിങ്ങനെ പെട്ടുക്കണമെന്നുള്ളത് എൻ്റെ കുടുംബത്തിൽ ഞാനിങ്ങനെ പെട്ടുക്കണമെന്നുള്ളത് എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം. ഒരുവിധ ആൾക്കാർക്ക് ഇനി അമ്മായികൾക്ക് അറിയാം. പക്ഷെ ഇവരോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയും ഞാൻ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ പൈസ പോയിക്കണോ. പക്ഷെ അതിലാരും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും പറഞ്ഞത് ഇജ്ജ് കൊണ്ട് ഇട്ടതുകൊണ്ടാണ്. ഒരൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ പൈസ സേഫ് ആക്കാൻ മാർഗം ഉണ്ടായിരുന്നു. ഞാൻ പോലെ കണ്ണീരാരും കണ്ട് വീണ്ട ആവശ്യമില്ലായിരുന്നു എന്നല്ലായിരുന്നു. അങ്ങനെ ഞാനും ഇപ്പം റൂമൊക്കെ പോയി നോക്കി ഇതാക്കിയപ്പോൾ ഏട്ടത്തിയും അനിയത്തിയും അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എന്ത് വന്നാലും അവിടെ താമസിക്കാൻ സമ്മതിക്കൂല, ഈ വീട്ടിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 റൂമാണെന്നുണ്ടെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിലേക്ക് പോരാന്നുള്ള ഇതായി. അങ്ങനെ ആയി. പക്ഷേ ഞാൻ അവിടുന്ന് ഇറങ്ങി നല്ല സാധനങ്ങൾ മാറ്റൽ തുടങ്ങിയപ്പോഴാണ് പൈസൻ്റെ മനസ്സിലായി തുടങ്ങിയത്. നമ്മൾ പൊളിക്കുന്നതിനും പൈസയാണ്, കയറ്റാനും പൈസയാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു, അതും നമ്മളെ പൈസയാണ്. അപ്പോൾ അതൊക്കെ പൊളിച്ച് മാറ്റണമല്ലോ. പിന്നെ ഇപ്പോൾ വില കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 10-25 കിട്ടിയിട്ട് അതിന് കാര്യമില്ല. ഞാനത് അന്ന് കയറ്റുന്ന സമയം പോകുമ്പോൾ പൊളിക്കാന്നുള്ളത് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ഒരു ഇത്രയും പണിക്കാർ എത്ര സമയം വെച്ചിട്ട് നമ്മളത് കൊണ്ടുപോയിട്ടിട്ടും തീർന്നില്ല. ഒരുപാട് സാധനങ്ങളായി. കാരണം എല്ലാം കൊണ്ടും ഞാനവിടെ ഡൗണായി. കാരണം വൈകുന്നേരം ആകുമ്പോൾ ഈ പണിക്കാർക്ക് കൂലി കൊടുക്കണം, ഇതാക്കണം. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ 2 റൂം എടുത്തിട്ട് ഇങ്ങോട്ട് എല്ലാ സാധനവും ഉണ്ടല്ലോ, കട്ടിൽ, ബെഡ്, അൾമറ, എല്ലാം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും എങ്ങനെയായാലും അത് കൊടുന്നിട്ടാൽ അത് നശിച്ചു പോകും.
അപ്പോൾ ഇപ്പോൾ പറഞ്ഞു പിന്നെ അപ്പുറത്തെ സ്ഥലത്ത് ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ ഇവിടെ വീട് വെക്കുന്നു, അവിടെ വീട് വെക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വീട് വെക്കാൻ പറ്റണ ഒരു സാഹചര്യം അല്ലല്ലോ. ഇതൊക്കെ സാധനങ്ങളൊക്കെ മാറ്റുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മാറ്റൽ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഈ 6 മാസം എന്ന് പറഞ്ഞ താത്ത എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ക്യാഷ് കിട്ടണം, കുറച്ച് അർജൻറ്റാണ് പറഞ്ഞിട്ട് അവർ വന്നു. ഈ കൂനുമ്മ കുരു പറഞ്ഞ പോലെ എല്ലാതും ഓരോന്നായിട്ട് വരണം തുടങ്ങി. അതിൻ്റെ ഇടയിൽ വിഭാഗം കൊണ്ടുപോയിക്കണ്ട ആ ഷട്ടറും കൊണ്ടുപോയി തള്ളിയിട്ടോ. അതും അങ്ങനെ നമ്മൾ ഞാൻ താത്തിയതാണ് അതിന്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ അതുമ്പോൾ വീണ്ടും 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 നമ്മൾ പൈസ ചിലവാക്കേണ്ട ഒരു ഇതൊക്കെ വന്നു കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ എനിക്കിത് ഒരാളോട് തുറന്ന് പറയാൻ പറ്റും. ഇത് തുറന്ന് പറയാൻ പോയാൽ ഇത് കൊടുത്തിട്ടല്ലേ അതിലിപ്പോൾ എന്ത് പറയാനാ, ഉപ്പാക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു ഇതല്ലേ ഇത് കൊടുത്തിട്ടല്ലേ അതേ പറയും ഇത് കൊടുത്തിട്ടല്ലേ എന്ന് പറയും. ആർക്ക് കൊടുക്കാതിരുന്നാൽ മതിയിരുന്നല്ലോ, ഇതിപ്പോൾ എന്തിനാ അതിൽ കൊണ്ടിട്ട്. പക്ഷേ 1.5 മാസമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ പ്രഷർ കൂടല്, ഷുഗർ കൂടല് ഡോക്ടർ 2 പ്രാവശ്യം പറഞ്ഞു എന്താണ് എന്തോ സ്ട്രോക്ക് വന്ന് പെട്ടെന്ന് അടിച്ചു പോകും, ശരീരം എന്തങ്ങനെ നോക്കാത്ത എന്തത്ര വലിയ ടെൻഷൻ. പ്രഷർ ഒറ്റക്ക് കയറി, പിന്നെ ഷുഗറും പ്രഷറും ഒരുമിച്ച് വന്നാൽ സ്ട്രോക്ക് വന്നാൽ അറിയില്ല പറഞ്ഞിട്ട് ഇന്ന് രാത്രി കട പിടിച്ച് കടത്തും ഹോസ്പിറ്റലിൽ. പക്ഷേ ഒരാളോട് പറഞ്ഞാലും ആരും കൂടെ നിൽക്കാനില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇത് പറഞ്ഞു ഇതിന് കുറേ നെഗറ്റീവ് പറഞ്ഞു, അല്ലെന്നുണ്ടെങ്കിൽ ഓളത് പറഞ്ഞു യൂട്യൂബിൽ ഇത് പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരാൾ ചോദിക്കാനും ഇല്ല. ഞാൻ എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം എൻ്റെ ഉമ്മാൻ്റെ മയ്യത്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കേട്ടത് ഇനിയോളെയും കുട്ടി ആരും നോക്കുന്നതാണ്. അതായത് ഇനിയും കുട്ടിനെ ആരും നോക്കുന്നതാണ്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് പഠിച്ചോനെ ഒരാളെ മുന്നിലും കുട്ടിനായിട്ട് പോയി നിൽക്കാനും ഒരു അവസ്ഥ ഇനി തരരുത്. അന്ന് ഞാൻ കുറേ ആൾക്കാർ ചോദിക്കുന്നോട് സാധനം എടുക്കാൻ പോകുമ്പോൾ ഒറ്റക്കും പോകും ഇന്നിപ്പോൾ ഞാൻ ബസ്സിലിരുന്നിട്ട് ഞാനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട്. കാരണം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയത് ഇങ്ങനെയാണ്, രാത്രിയൊക്കെ പോയിട്ട് സാധനം എടുത്തിട്ടാണ്. അപ്പോൾ എന്താണ് ഇന്ന് ചോദിച്ചിട്ടുള്ളൂ എങ്ങനെ ഒറ്റക്ക് പോകുമ്പോൾ പേടിയില്ലേ, സാധനം എടുക്കാൻ പോകുമ്പോൾ പേടിയില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട്. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ നമ്മളെ സാഹചര്യമാണ്. ഇപ്പം ഇന്ന താങ്ങാൻ ഒരാളുണ്ടാവണമെന്ന് എപ്പോഴും ഇല്ല. പക്ഷെ ഞാൻ എന്താ വിചാരിച്ചത് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ചിലപ്പോൾ എനിക്ക് ഇന്ന് സാധനം എടുക്കാൻ പോകണം, ഓർക്കൊന്നും ഒഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ഓരോ ഒഴിവിനനുസരിച്ച് പോകണം. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പിന്നെ ഞാനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാൻ അത്ര സംസാരിക്കും അങ്ങനെ ഇതാവണമെന്ന് ഒരാളല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, അത് ഇതായി. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ അവസരങ്ങൾ മുതലെടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ അത് വേറെയുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ചില സമയത്ത് പൈസക്ക് ടൈറ്റായിട്ട് നിൽക്കുന്ന സമയം ഉണ്ടാകും. അപ്പോൾ ആ ടൈറ്റായി നിൽക്കുന്ന സമയത്ത് ഓരോരുത്തർ വിളിക്കും, എനിക്ക് പൈസ വേണോ, ഇത് വേണോ, വേണോ. ചില സമയത്ത് നമ്മൾ പൈസ ആവശ്യമുള്ള സമയത്ത് വേണോ ചോദിക്കുമ്പോൾ നമ്മൾ ആന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരാൾ ഇതേപോലെ പൈസൻ്റെ ടൈറ്റിൻ്റെ അർജൻറ്റ് നമ്മൾ ചോദിച്ചപ്പോൾ ആളിനോട് ചോദിച്ചു, പൈസ ഇഷ്ടം പോലെ പൈസ കാളെടുത്തുണ്ട്, ഇത് നേരെ പെരിന്തൽമണ്ണക്ക് ബസ് കയറ്, ഞാൻ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാണ് വെച്ചു, അല്ല ചവിടി നമുക്ക് അവിടെ കുറച്ച് നേരം സംസാരിച്ചിരിക്കാനാണ്. ഞാൻ ആ ഫോൺ കട്ടാക്കി. പിന്നെ പൈസ ചോദിക്കാൻ പറ്റില്ല. ഒരേ മനുഷ്യനെ സഹായിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ ഇതിലെ ആൾക്കാർ പറയും ഓള് കണ്ടില്ല വലിയ ഇത് മറ്റേത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് മറ്റിലും ഇവർ ചിലപ്പോൾ ആൾക്കാർ പറയും ഇത് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടല്ലേ ആൾക്കാർ ഇത് ചോദിച്ചത്. ഈ ആൾ ചോദിച്ചത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടല്ല, ആ ആള് ഇന്ന് ശരിക്ക് പറയണോ ആണ്ടല്ലേ, ഇന്ന് ശരിക്ക് ഞാൻ എവിടെ ഉള്ളതാണെന്നൊന്നും പറഞ്ഞില്ല, ഈ ബിൽഡിങ്ങിലെ ആൾക്കാരെ അറിയണ അറിയുന്ന ആൾ തന്നെയാണ്,
നല്ലോണം ഞങ്ങളെ ഫാമിലി, ഞാൻ എൻ്റെ ഉമ്മാനും ഇപ്പാനും A to Z കാര്യങ്ങൾ എൻ്റെ കുടുംബങ്ങളെ A to Z അറിയുന്ന ഒരാളാണ് എന്നോടാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പേര് പറയാനോ നമ്മൾ ഞോലതാക്കാനോ ഒന്നും പോണില്ല. ഓരോ ഫാമിലിയായിട്ട് നമുക്ക് ആവശ്യമില്ല. ശരീരം വിറ്റിട്ട് ഞാനിത് ഇപ്പൊ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്നോ, അതിന് എന്താണ്, ഞാൻ ഇനി ഇത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ പറഞ്ഞ ഒരു യൂട്യൂബിൽ വീഡിയോ ഉണ്ടെങ്കിൽ ആ ശരീരം വിൽക്കാൻ പോണതിനെക്കാട്ടിലും എത്രയോ അന്തസ്സുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് പൈസ വാങ്ങണത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാണ്. ചിലപ്പോൾ ഇനി മൂല്യന്മാർ ചിലവർ വന്നിട്ട് പറയും അത് തെറ്റാണ്, ആ പൈസ ഹറാമാണ്. ശരീരം വിറ്റ് ആ പൈസ വാങ്ങിക്കണേക്കാട്ടിലും യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നണം നമ്മളെ മുഖം ഇത് കാണുന്നുള്ളൂ. അത് അന്യ ആണുങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീഡിയോ ഇടാൻ പോണത്. ഒന്ന് നമ്മൾ സെയിലാണ്, മാക്സി വിൽക്കാനാണ്, ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനിയിപ്പോൾ അതിന് ആരെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇങ്ങനെയൊക്കെ അവസ്ഥയിലൂടെയാണ് ഒരു കുട്ടിനേറ്റു ഒരു പെണ്ണ് ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പാടാണ് കയറി വരാൻ. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ തടി വലിപ്പം ഉണ്ട് വിചാരിച്ചിട്ട് ഞാൻ ഇത് ചില സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈ റൂം കടന്നിട്ട് എന്നെ സ്കൂൾക്ക് വിളിപ്പിച്ചു, ഇവൻ ക്ലാസ്സിൽ ചെല്ലണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വിടാതെ ഇരുന്നിരുന്നു കുറേ ദിവസം. അവനെ സ്കൂൾക്ക് വിളിപ്പിച്ചു, എന്താ കുട്ടീനെ വിടാത്തെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ എൻ്റെ അവസ്ഥ ഫീസ് അടക്കം ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ അവനോട് പറഞ്ഞു കൊല്ലം പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സമയത്തൊക്കെ എന്താണ് എന്നോട് അന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇവിടെ കിടക്കുന്ന സമയത്ത് ചേച്ചി വന്ന് ഞാൻ അന്നിൻ്റെ നെഞ്ഞ് പൊട്ടി ഞാൻ കരഞ്ഞിട്ടുണ്ടൊക്കെ. അവർ ചേച്ചി പറഞ്ഞൊരു വാക്കുണ്ട്, കുട്ടീനെ താങ്ങാനും ഇതാക്കാനും ഒരാളില്ലാത്തവന്, ഒരാളോട് പറയാനില്ലാത്തവന്. പക്ഷെ അന്ന് എൻ്റെ അവസ്ഥയിൽ ഞാൻ അങ്ങനെ കരഞ്ഞുപോയി. പക്ഷെ എന്നാലും എന്താ, നമ്മൾ വീഡിയോ ഇടണമെങ്കിൽ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരേ ഉള്ളൂ അല്ലേ, എത്രയോ കുറ്റം പറയുന്ന ആൾക്കാരേ ഉള്ളൂ. ഇപ്പം ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല. നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് നമ്മൾ അത്രയും അറിയണ ആൾക്കാർ നമ്മളോട് ഞങ്ങൾ റൂം എടുത്തിട്ട് അവിടെ നിൽക്കാം. ഞാൻ എൻ്റെ മകൻ്റെ മുന്നിൽ നിന്നാണ് പറയുന്നത്. ഇനി എൻ്റെ വാട്സപ്പ് ആര് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ മകൻ്റെ ഫോണിൽ എൻ്റെ വാട്സപ്പ് ഉണ്ട്. ഞങ്ങൾ രണ്ടാളും യൂസ് ചെയ്യുന്നത് ഒരു വാട്സപ്പാണ്. ഓൻ്റെ വാട്സപ്പ് വേറെ ഓനക്കുണ്ട്, എൻ്റെത് ഓനും ഞാനുമാണ് യൂസ് ചെയ്യണത്. അല്ല അയക്ക് ഐ ലവ് യു എന്നോ അയക്ക് അതാണോ മറ്റേതാണോ ഇൻസ്റ്റന്റ് മെസ്സേജ് നമ്മൾ നോക്കണില്ല. അപ്പം നിങ്ങളോട് പറയാം, ഇത് ഇങ്ങനെയൊക്കെ ജീവിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. അല്ലാതെ യൂട്യൂബിൽ വീഡിയോ ഇട്ടു, യൂട്യൂബിൽ അതിട്ടു, യൂട്യൂബിൽ ഇതിട്ടു എന്ന് പറഞ്ഞതിന് കുറ്റം പറഞ്ഞേക്കാട്ടിലും നിങ്ങൾ ഞാൻ പേഴ്സണലായിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മകനേറ്റ് ഒരു പെണ്ണിന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട്. അത് സമൂഹം എല്ലാവരും ഒരേ കണ്ണുകൊണ്ട് കാണണമെന്നില്ല, പല കണ്ണുകൊണ്ട് കാണുന്ന ആൾക്കാരുണ്ട്, ചിലർ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയണേ, യൂട്യൂബിൽ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് നമ്മൾ കുറ്റം പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഈ അനുഭവിച്ച ഇതുണ്ടല്ലോ, അത് നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കഴുത്തിൽ കയറിട്ട ആളാണ് ഇതിൻ്റെ ഇടയിൽ. ഇവനോട് മൂത്താപ്പ അവിടെ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, ആർക്കും ഒന്നിനും ഒരു ഇതും കൊടുക്കണ്ട, നമ്മളിത് രണ്ടാളും ഇതിൻ്റെ ഉള്ളിൽ വശം. കാരണം ഒരു ജീവൻ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അനുവാദം ഞാൻ ചോദിച്ചു ഓനോട്. പക്ഷെ ഓൻ ഇല്ലയെന്ന് ഓന് തീർത്ത് പറഞ്ഞു. അതിന് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ജീവിക്കാം അമ്മ, ഇനി ഇത്ര എത്തിയില്ലേ, ഇനിയിപ്പോൾ എത്താൻ പാടില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ അവിടെ നിന്ന് ഇറങ്ങി വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പാർക്കണം, കച്ചവടം ചെയ്യണം, തിരിച്ചു വരണം ഞാൻ പറഞ്ഞു. പക്ഷെ പിന്നെ എന്നെ കൊണ്ട് നടക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത്രയും പൈസൻ്റെ അർജൻറ്റ് കൊണ്ട് നമ്മൾ ഒരാളോട് ചോദിക്കുന്ന സമയത്ത് നമ്മളോട് പറയണ ഇതാണ്. കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് ഇത് കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ ദിവസത്തെ ഒരു വാടകൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ശരീരം വിൽക്കേണ്ടി, എൻ്റെ ശരീരം ഇതാക്കേണ്ടി, എന്താ എങ്ങനെ പറയാം, അതുവരെ എത്തിയത്. എന്താ കാരണം, ഒരു ദിവസത്തെ വാടകൻ്റെ പ്രശ്നം. കാരണം ഞാൻ ഇങ്ങനെ പെട്ട് കിടക്കുന്ന അവസ്ഥയിലും ഇന്നെ താങ്ങാൻ ഒരാൾ വന്നിട്ടില്ല, ഒരാൾ ചോദിച്ചിട്ടില്ല, ഒരാൾ പൈസ ഇനി തരണ്ട. എത്രയോ ദിവസങ്ങൾ ഞാൻ എങ്ങനെ പറയാം, ഞാൻ അത്രയും ഇടയിൽ
ഒരു ലാഭം പോലും പ്രതീക്ഷിക്കാതെ എൻ്റെ സാധനങ്ങൾ മൊത്തം ഞാൻ വിറ്റ് ഒഴിവാക്കി. ഒരുപാട് മാക്സി വിൽക്കുന്ന ആൾക്കാരിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അതുമേ ലാഭം, എന്താ ലാഭം? ഞാൻ എന്താ ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, മറ്റുള്ളവരോട് പൈസ ചോദിക്കുന്നേക്കാളും നല്ലത് ഞാൻ എൻ്റെ സാധനങ്ങൾ ഞാൻ വിറ്റ് ഒഴിവാക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എപ്പോഴും എന്താ പറഞ്ഞത്, ആർക്കെങ്കിലും വാണെങ്കിൽ വാങ്ങിക്കാം. നമ്മൾ ഇതൊന്നും അല്ല കൊടുക്കണത്. ഇത് കടിക ആർക്ക് നിങ്ങൾക്ക് വേണോ നിങ്ങൾ വാങ്ങിക്കോളി എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് തിരിച്ചു വരാത്തത്. ഇൻഷാല്ലാ തിരിച്ചു വരണം ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ അത്രയും ബാധ്യതകൾ ഇതൊന്നും ആരും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടും ഇല്ല. ഞാൻ ഇങ്ങനെ പെട്ടു എന്ന് പറഞ്ഞാലും എന്തെങ്കിലും വേണോന്നോ ഒന്നും ഇതുവരെ ആരും അന്വേഷിച്ചും വന്നിട്ടില്ല. എന്താണ് ആരും ചോദിച്ചു ഒന്നുമില്ല. അപ്പോൾ ഇനി യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടണീനോ അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഓളോ അത് ചെയ്തു അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും വലിയൊരു ബാധ്യതയിൽ എന്നെ പുറത്തുനിന്ന് ആൾക്കാർ തള്ളിയിട്ടതല്ല. എന്നെ പുറത്തുനിന്ന് എല്ലാ ആൾക്കാർ തള്ളിയിട്ടിട്ടുള്ളത്. എന്നെ പുറത്തുനിന്ന് ആൾക്കാരല്ല ഇത് ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് ആൾക്കാർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ പൊമ്മക്കളുണ്ടല്ലോ, ഈ ഗതി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറയാത്ത ഒരുപാട് സംഗതികളുണ്ട് ഇതിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ പറയുക, പൈസ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്നാൽ കഴിയുന്നത് ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ. കൊടുത്തത് ഇതാക്കുകയല്ല. പക്ഷേ അവസാനം എൻ്റെ അമ്മ മരിക്കണതിൻ്റെ മുന്നേ എൻ്റെ അമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവനെ കൈ വിടരുത്, എവിടെയും പൈസക്ക് ബുദ്ധിമുട്ടില്ല, ഞാൻ പറയണത് അവന് നല്ലോണം നോക്കണം. ഞാൻ അവനെ ഇന്ന് വരെ ഇന്നാൾ കഴിയുന്നത് നോക്കിയിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ അവനോട് പറയും, ഇന്നെ പീഞ്ഞിട്ടാണ് ഇനി ആദ്യത്തെ ഫീസ് അടക്കാൻ പോണത് എന്ന് പറയും. കാരണം ഇനിയിപ്പോൾ അതിന് ഫീസ് വേണോ അല്ലെങ്കിൽ അത് വേണോ ഇല്ല, ഒക്കെ ഞാൻ അധ്വാനിച്ചിട്ട് ഞാൻ തന്നെ ചെയ്യും. പക്ഷെ അതല്ല, പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കയ്യിന് വേദനയാണ്, ഊരവേദനയാണ്, നടക്കാൻ വയ്യ എന്നുള്ളത്. അതെന്താ ഡോക്ടർ പറഞ്ഞത്, കാൽസ്യം ഇല്ല, വിറ്റാമിൻ ഇല്ല, നരമ്പിന് തളർച്ചയാണ്, എല്ലുബലില്ല, ഇതൊക്കെ ഡോക്ടർ പറഞ്ഞത്. ഇപ്പം അതിന് മരുന്ന് കുടിക്കണോണ്ട് ഇപ്പം അതൊക്കെ സമാധാനം ഉണ്ട് കേട്ടോ. അത് നല്ല മാറ്റം ഉണ്ട് പറഞ്ഞാൽ എനിക്ക് ശരിക്കും നടക്കാൻ പോലും തള്ളാനും കൂടി പറ്റും. അപ്പോൾ എൻ്റെ ശരീരമൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു ഇതിൻ്റെ ആ സമയത്ത് കേട്ടോ. പിന്നെ ഇപ്പോഴും ഞാൻ അതിന് ഓക്കെ ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ എൻ്റെ ഏട്ടത്തി പറയും, ഇപ്പം എന്താ സ്വന്തമായിട്ടൊരു ഇതായില്ലേ, എല്ലാം നല്ലതിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള എല്ലാം നല്ലതിനാണ്. പക്ഷേ ഇപ്പോൾ സ്വന്തമായിട്ട് പെര, ഇനിയിപ്പോൾ ഒരു കട നോക്കിയാൽ മതി, ഇനിയിപ്പോൾ എനിക്ക് കച്ചവടം ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്. പക്ഷേ എൻ്റെ മൈൻഡ് ആ ഒരു ഇതിന്ന് ഇപ്പോഴും എന്തോ ഒരു, കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് വണ്ടി ആക്സിഡൻ്റ് ആയതിനു ശേഷം ഞാൻ ആ വണ്ടി പിന്നെ തൊട്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ഞാൻ ഇനി സാധനം നിർത്തി കച്ചവടം ചെയ്താൽ അതുപോലെ എത്തൂലേ, അതാകൂലേ. ഇപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുന്നോട് എന്താണ് ആദ്യത്തെ ചില സമയത്ത് എൻ്റെ മൈൻഡ് ഓക്കെ അല്ല. എങ്ങനെ ഇത് എത്രയ്ക്ക് എന്തൊക്കെ ആയാലും എനിക്ക് എൻ്റെ പഴയ അവസ്ഥയ്ക്ക് മറ്റേത് ആരടാ ചോദിച്ചാൽ ഞാനടാന്ന് പറഞ്ഞ ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ചോർന്ന് പോയ പോലെയാണ്. പിന്നെ ഞാൻ എപ്പോഴും കുറ്റം പറയും, കടയിലാണെന്നുണ്ടെങ്കിൽ ശാലു നോക്കണില്ല, ശാലു കട നോക്കണില്ല, ശാലു അങ്ങനെ ചെയ്യണില്ല, ശാലു ഇങ്ങനെ ചെയ്യണില്ല. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പറയണത്, കാരണം എന്താ വെച്ചാൽ എൻ്റെ മൈൻഡിൽ നിന്നൊക്കെ ഇതായി കഴിഞ്ഞു. അപ്പോൾ ഇനി പോനെ എങ്ങനെയെങ്കിലും അത് നോക്കി എടുത്തുകൊണ്ട് നടക്കുക. അപ്പോൾ ഇപ്പിയും ചേച്ചിയൊക്കെ ചീത്ത പറയും, ആ എട്ടും പൊട്ടും തിരിയാത്ത ചെറുക്കനെ ചെതുക്കാക്കണത്, എട്ടും പൊട്ടും തിരിയാത്ത ചെറുക്കൻ, ആ ചെറുക്കൻ്റെ പ്രായം എത്രയാണ് നോക്കേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പ്രായത്തിൻ്റെ എന്തിൻ്റെ ഇതല്ല, ഒന്നും കൂടി ഉഷാറാക്കിയിട്ട് ഒന്ന് നടത്തിട്ട് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ വലിയൊരു ഇതിൽ പെട്ടതാണ്. പിന്നെ ചില സമയത്ത് ഒന്ന് ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മാനൊന്ന് കെട്ടിപ്പിടിച്ചായിരുന്നു, ഉമ്മാൻ്റെ കാൽക്ക് പോലും മാപ്പം എന്തൊക്കെയാണ് കരുതാം, അങ്ങനെ ഒക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയ, ഞാൻ ഇതിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ മുഴുവൻ ബാധ്യതകളും വീടിയും നല്ലിട്ട് ഞാൻ പറയണത്, കുറച്ച് ബാധ്യതകൾ ഇനിയുണ്ട് കേട്ടോ വീട്ടാൻ. അല്ല അതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് പണിയെടുത്താൽ വീട്ടാവുന്നതുള്ളൂ. വെറുതെ ഇരിക്കുന്നിടത്ത് വിറച്ചിരിക്കുക എന്നറിയില്ലേ, അതിപ്പോൾ സംഭവിച്ചത്. ആ കൂടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ രണ്ടാളും ഞങ്ങളതായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോണതിലാണ് ഇതൊക്കെ ഞങ്ങൾക്ക് സംഭവിച്ചത് കേട്ടോ. ആ ഒരു
ആപ്പ് വരലും ആപ്പിൽ ആരൊക്കെ പൈസ ഇടലും ഓലെ സ്ക്രീൻഷോട്ട് കൊണ്ട് ഞാനിങ്ങോട്ട് വീട്ടേണ്ടി വന്ന കടങ്ങളും ചിലപ്പോൾ ഞാനിത് പറയുന്ന സമയത്ത് ഇന്ന അറിയുന്ന ആൾക്കാർ ഞാൻ ഇത്രയും ആൾക്കാരെ കടങ്ങൾ വീട്ടിയതൊന്നും ഞാൻ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നേരം വെളുക്കുമ്പോൾ ഇവരോട് പറയും ഇന്ന അത്രയും എന്നെ സഹായിച്ചോലൊക്കെ ഉണ്ട്, പക്ഷെ ഓലോട് ആരോടും ഞാൻ ഇങ്ങനെ ഇതിനാണ് പൈസ ഓലെ പൈസ കൊടുക്കാനാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി ഒറ്റക്ക് നിൽക്കണ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒരു ആപ്പിലും കൂപ്പിലും കൊണ്ടുപോയി പൈസ ഇടും ചെയ്യരുത്. ഒരാൾ പറഞ്ഞത് കേട്ടിട്ട്, കാരണം എൻ്റെ അനുഭവമാണ്. ഞാൻ ഒരു കടമ്പന്ന് 2 കടമ്പക്ക് ചാടി ഇപ്പോൾ ഒക്കെപ്പാടെ ഒന്നായി ഇല്ല. പിന്നെന്താ വെച്ചാൽ പഠിച്ചോ കയ്യിനും കാലിനൊന്നും ഒരു കേടുപാടും തന്നിട്ടില്ലല്ലോ. അപ്പം അത് കാരണം തിരിച്ച് കയറണം. പക്ഷേ ഇതൊക്കെ പാടെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർ പെരിന്തൽമണ്ണ റൂമിൽ വിളിക്കുക, അല്ല ഓരോരുത്തർ പെരിന്തൽമണ്ണക്ക് വിളിക്കുക. കാരണം എനിക്ക് പൈസ വേണം, എനിക്ക് എൻ്റെ പേരിൽ കേസ് വരരുത് എന്നുള്ളത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകതായില്ലേ. ഇങ്ങനെ ആപ്പിലും കൂപ്പിലും ഓരോരുത്തരും കൊണ്ടുപോയി നമ്മളെ പേര് കൊണ്ടുപോയിട്ട് കണ്ട് പിന്നെ ഞാൻ വെറുതെ ഇരിക്കണോടത്ത് പറിച്ചിരിക്കും. ഞാൻ വീണ്ടും പറയണു, ഞാൻ 1.5 മാസം ഞാൻ എൻ്റെ പിന്നാലെ നടന്നിട്ട് എടുത്തിട്ട് കൊടുത്തതാണ്. പിന്നെ ആരൊക്കെ അതിൽ കൊടുത്തുക്കണു എന്നുള്ളതോ ആരൊക്കെ ഇട്ടുക്കണു എന്നുള്ളതോ ആ ആപ്പ് വിളിച്ചില്ല, ആപ്പ് ഓപ്പൺ ആവണില്ല. പിന്നെ ഇവരെ സ്ക്രീൻഷോട്ടിൻ്റെ പേരിൽ ഞാൻ എല്ലാവരും കൈയൊഴിഞ്ഞു പറഞ്ഞാൽ ആരും പൈസ തരൂല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം എന്താ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേരിൽ കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ മുഴുവൻ കൊടുത്തു വീട്ടി. ആ കൊടുത്ത് ഇതായി നിൽക്കുന്ന സമയത്താണ് എന്തായത് കടയിൽ നിന്നും ഇറങ്ങി. അതും വലിയൊരു നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട പൊളിക്കലും മാറ്റലും. അവിടെയാണ് ഞാൻ ആകെ തളർന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അത്രയും സാധനങ്ങൾ ഞാൻ ഒരു ലാഭം പ്രതീക്ഷിക്കാതെ ഞാൻ കൊടുത്തത്. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഡിസ്കൗണ്ട് സെയിൽ എടുത്ത് ചെയ്തത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, മറ്റുള്ള ആൾക്കാർ വിളിച്ച പോലെ ബെഡ്റൂമിലേക്ക് കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പറയുമ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് കുറേ ആൾക്കാർ പൈസ തരാതെയും കുറേ ആൾ 1 ഉറുപ്പിക എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. രാവും പകലും അന്യൻ്റെ ബെഡ്റൂമിലേക്ക് പോകാതെ ഉണ്ടാക്കിയ പൈസയായിരുന്നു അത്. അറിയാലോ, പാലക്കാടും കോഴിക്കോടും ഒരാണിൻ്റെ ഇതിലുമ്പിലൊക്കെ എന്നെ പറയും ഞാനെന്താണ് ഫെമിനിസ്റ്റാണ്, മറ്റതാണ് മറിച്ചതാണ് പറഞ്ഞിട്ട്. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ആണുങ്ങളെ പറ്റൂല, ആണുങ്ങളെ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ വാദിച്ചുമ്പോൾ ഇവരൊക്കെ പറയും നിങ്ങളൊരു ഫെമിനിസ്റ്റാണ്, മറ്റതാണ് മറിച്ചതാണ്. പക്ഷേ ലാസ്റ്റ് പൈസ തരാനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരാ, തരാനില്ല എന്ന് പറയാം അല്ലേ. ഈ പറഞ്ഞ ഈ ആൾക്കാർക്കൊക്കെ പെൺകുട്ടികളുണ്ടാകും. നിങ്ങളെ ഉമ്മാനെ വെക്കും. ഞാൻ അതാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് പൈസക്ക് ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് വേണോന്ന് ചോദിച്ചതാണ്. എനിക്ക് ഇങ്ങനെ ഇത്ര പൈസ കിട്ടും എനിക്ക് വേണോന്ന് ചോദിച്ചതാണ്. അല്ലാതെ നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് പൈസ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ 1-2 ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നുണ്ട്, കാരണം ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടോ നിങ്ങൾ ഇട്ടെന്നാൽ ഞാൻ ചിലപ്പോൾ CDM വർക്ക് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ വേറൊരാളോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ചിലപ്പോൾ സാധനം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവങ്ങൾ ഈ ആപ്പിൽ കൊണ്ടുപോയി പൈസ ഇട്ടുകൊണ്ട് കടം കുടുങ്ങിയതിന് ശേഷമാണ് നമ്മളിവിടെ ഉള്ള ആൾക്കാരോട് നിന്ന് പൈസ കടം വാങ്ങൽ തുടങ്ങിയത്. ഈ 2 ആൾക്കാരോട് ഞാൻ 1 ദിവസത്തിന് 2 ദിവസത്തിനൊക്കെ തിരിക്കൽ തുടങ്ങിയത്. അതുവരെ ഞാൻ ഇവിടെ ഒരാളോട് നിന്ന് ഞാൻ പൈസ കൊടുക്കാനോ വാങ്ങാനോ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഈ ആപ്പിൻ്റെ വേറെയും കുറേ കഥകളുണ്ട്. അയാൾ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറേ കഴിഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് ഈ പോയ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റും, എന്താണ് വീണ്ടും ഈ പുതിയ ആപ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ കള്ള പന്നി എനിക്ക് എന്താന്ന് നയിച്ച് തിന്നൂടെ ചോദിച്ചു. ഞാൻ നായിൻ്റെ മോനെ പണിയെടുത്ത് തിന്നടാന്ന് പറഞ്ഞു ഞാൻ അവനോട്. ആ വോയിസ് തെളിവൊക്കെ എല്ലാ തെളിവും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫോൺ ഫോർമാറ്റ് ആയി പറഞ്ഞല്ലോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആപ്പിൻ്റെ പേരിൽ കടം വീട്ടിൻ്റെ തെളിവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഈ ഒരു ആപ്പിൽ പൈസ ഇട്ടുമെന്നും കൊണ്ടുപോയി എന്നെ കുടുക്കിയിട്ട് വേറെ ആരും ഇല്ല, കുടുക്കിയാലൊന്നും പിന്നെ ഇല്ല, പിന്നെ ഓരൊക്കെ കൈയൊഴിഞ്ഞു. പിന്നെ
ഓലൊക്കെ കൈ കഴിഞ്ഞു. അപ്പോൾ പഠിച്ചോ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് അത് മറന്നു പോയിക്കോട്ടെ എന്നുള്ളതിലായിരിക്കും അത് ആ ഒക്കെ ഡിലീറ്റായ ഫോണിൽ നിന്നൊക്കെ ആ ഓർമ്മകളൊക്കെ കളഞ്ഞു തന്നു. അപ്പോൾ ഞാനിതിൻ്റെ സങ്കടം പറയാനോ കാര്യങ്ങളൊന്നും വന്നതല്ല. എന്തുകൊണ്ടാണ് കച്ചവടത്തേക്ക് തിരിച്ചു വരാത്തത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആപ്പ് പൊളിയലും പിന്നെന്താണ് കട പൊളിയലും കട മാറ്റലും വലിയൊരു എമൗണ്ട് പിന്നെ വീട് വെക്കലും. ഇപ്പം ഞങ്ങൾ ഇവിടെ താമസാക്കിയ ഇതിൻ്റെ പണിയും ഒക്കെ പാടെ വലിയൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞു. അറിയാലോ ആപ്പ് പൊളിഞ്ഞ കടം വീട്ടിയത്. ആരെങ്കിലും ആപ്പ് പൊളിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും പൈസ തിരിട്ട് കൊടുത്തോലുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇനിയിപ്പോൾ ഒരു പെണ്ണായതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ പേരിൽ കേസ് വന്ന് ആൾക്കാരുണ്ടല്ലോ അല്ല എൻ്റെ പേരിൽ കേസ് വന്ന് എൻ്റെ കയ്യുമ്മ വിലങ്ങ് വെച്ച് അതൊന്നും വേണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, പ്രശ്നത്തിന് നിൽക്കാതെ പെട്ടെന്ന് ഞാനതൊക്കെ അങ്ങോട്ട് ശരിയാക്കി. പിന്നെ കണ്ടകശനി കൊണ്ടേ പോകുള്ളൂ പറയും. പക്ഷെ കണ്ടകശനിയാണോ പക്ഷെ കൊണ്ടുപോയില്ല. അത് വലിയൊരു ഇത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഏട്ടത്തി ഇവരൊക്കെ പറയുമ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഇജ് താമസിക്കണു, വീടായി, പിന്നെ ഇനിയിപ്പോൾ ഒരു കട നോക്കുക, ആ കടമ പഴയ പോലെ എനിക്ക് വിജയിച്ചു വരാൻ പറ്റുമെന്ന് എന്നെ അറിയണ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഒക്കെ എല്ലാവരും പറയണമെന്നുണ്ടെങ്കിലും ഒരുപാട് ഇതിൻ്റെ ഇടയിൽ നിന്ന് കേട്ടത് കൊണ്ടറിയില്ല. കുറേ ആൾക്കാർ റൂമൊക്കെ വിളിച്ചതുണ്ട്, കുറേ ആൾക്കാർ പൈസ തരാൻ പറഞ്ഞു, അവരോട് രാത്രി മാത്രം സംസാരിച്ചാൽ മതി, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുമെന്ന് പറഞ്ഞോല്ലേ. കുറേ ആൾക്കാർ ബിസിനസ്സിൽ ഷെയർ കൂടാന്ന് പറഞ്ഞോല്ലേ. അങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ പറയണു എന്താണ് ആ പെരിന്തൽമണ്ണക്ക് പോവാ അല്ലെങ്കിൽ ഇവിടെ റൂമിക്ക് പോവാന്ന് പറഞ്ഞ ആള് സോഷ്യൽ മീഡിയയിലുള്ളതോ ഒന്നുമല്ല. നമ്മളെ വ്യക്തമായിട്ട് ചെറുപ്പം മുതലേ നമ്മളെ അറിയുന്ന ആളാണ്. പിന്നെ ഐ ലവ് യു പറഞ്ഞ ആൾക്കാരൊക്കെ വേറെ കുറേ ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ പോട്ടെ, അതൊന്നും വിഷയമല്ല. അപ്പം ഞാൻ ഞാൻ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ അത് എന്താണ് ചോദിക്കാൻ വിചാരിച്ചാലും പറയാൻ വിചാരിച്ചാലും അങ്ങനെ ചോദിക്കുകയും ചെയ്യും, പറയുകയും ചെയ്യും. പിന്നെ നിങ്ങളൊക്കെ വിചാരിച്ചു ഒരു 1000 തരാം അല്ലെങ്കിൽ 2000 തരാം 10,000 തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങളിപ്പം പെരിന്തൽമണ്ണക്കും ഇവിടെ എന്തായിരുന്നത് ഇജ്ജ് ഇവിടുന്ന് ബസ് കയറിക്കോ, പെരിന്തൽമണ്ണ ഞാൻ എന്നെ കാത്തിക്കുക, എന്നിട്ട് അവിടെ വെച്ചിട്ട് പൈസയും തരാമെന്ന് പറഞ്ഞു. നിങ്ങൾക്കെന്താ സ്വന്തം വണ്ടി ഉണ്ടല്ലോ ഇല്ലേ? ഇല്ലേ? നിങ്ങൾ വണ്ടിയിട്ട് എന്തിനാ ഇന്നവിടെ കാത്തിക്കണോ? എന്തിനാ അത് പറയും. അപ്പോൾ ഇനി അമ്മാരി തെണ്ടിത്തരം. ഞാൻ ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട. പിന്നെ ഇതിപ്പോൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് ഉണ്ടല്ലേ, ഇനി ഇതിപ്പോൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷഹീദ അങ്ങനെ ജീവിച്ചവളല്ല. ഗതികേട് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ മരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യമാണ് ഇനി ഇവളെ കാര്യം എന്താണ്, ഇവളാരും നോക്കും, ഇവളെന്ത് ചെയ്യും. കാരണം എനിക്ക് പണിയും തൊഴിലൊന്നും ഇല്ലല്ലോ. എൻ്റെ പണിയൊക്കെ അന്ന് RCCക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിവാക്കിയതാണല്ലോ. അപ്പോൾ അങ്ങനെ കേട്ട് നിന്ന് ഞാനാണ്. ഞാൻ ഒരുപാട് അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ പിന്നിൽ കുറേ പോകേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ ഷഹീദ് വീഡിയോ ചെയ്യുന്നതും ഷഹീദ് വീഡിയോ ഇത് ചെയ്യും. പക്ഷേ ആരും റൂമുക്ക് വിളിച്ചാലും വരൂല. അത് മനസ്സിലാക്കുക നിങ്ങൾ. സമൂഹത്തിൽ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ ഈ മാക്സി വിറ്റിട്ട് 10, 20, 30 ഉറുപ്പ്യ കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പടച്ചോ നിങ്ങൾക്ക് പുറത്ത് തരൂല്ല. കാരണം ഈ പറഞ്ഞങ്ങളൊക്കെ പാടെ തന്നെയാണ് ഇന്നെ എന്താക്കിയത്, ഈ കോലത്തേക്ക് ആക്കിയത്. ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തെന്നോ ഇതിലുണ്ടോ എൻ്റെ സ്റ്റാറ്റസ്? അങ്ങനെയാണ് ഞാൻ ഇതുമ്മലാണ് ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, വീഡിയോ ചെയ്തിട്ട് 10 ഉറുപ്പ്യ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
ആരും റൂമുക്കും പോവാതിരിക്കാനാണ്. അപ്പോൾ തൽക്കാലം ഞാൻ സ്റ്റാറ്റസ് ഇട്ട് എന്ത് ചെയ്യുന്നു, ഒരുപാട് തകർന്നിടത്ത് നിന്ന് ആശ്വസിപ്പിച്ചിട്ട് അതിലും വലിയ കുഴിയിലേക്ക് വലിച്ചെറിയാൻ ശക്തിയുള്ള ചിലരുണ്ടാവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഇതിന് എനിക്ക് ഒരുപാട് കമൻറ്റും ഒരുപാട് ഇതും വന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തതും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അറിയാതെ ഇന്ന് ബസ്സിൽ നിന്ന് ആർത്ത് കരഞ്ഞു പോയി. പക്ഷെ പെട്ടെന്ന് എൻ്റെ മൈൻഡൊക്കെ മാറിപ്പോയി. ഇടയ്ക്ക് ഭ്രാന്ത് വരലുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ എന്താണ്, എന്നോട് ഒരിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, എന്താ പ്രശ്നം പറയാ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രശ്നങ്ങൾ ഇതായിരുന്നു. വലിയൊരു ബാധ്യതയിൽ പെട്ടു. ഇപ്പം എന്തായി, ഇപ്പം കഴിച്ചിലായോ? തുടങ്ങി ഇപ്പൊക്കെ കെട്ട് ഒതുങ്ങി മുഴുവനും കൊടുത്ത് അങ്ങനത്തെ ബാധ്യതകളൊക്കെ തീർന്നു കേട്ടോ. എന്ത് ബാധ്യതകൾ? നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ബാധ്യതകൾ മുഴുവൻ തീർന്നു എന്നല്ല, ആപ്പിൻ്റെയും കൂപ്പിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഒതുങ്ങി കേട്ടോ. ആപ്പിൽ ഇനി 2 ആൾക്ക് പൈസ കൊടുക്കാനുള്ളത്. ഒരാൾക്ക് പൈസ നമുക്ക് നമ്മളറിയുന്ന ആളാണ്, മറ്റേത് നമ്മൾ അറിയുന്ന തന്നെയാണ്. അപ്പോൾ ഒരു ഇപ്പോഴല്ല, പിന്നെ ഇൻഷാ അല്ലാഹ് അത് ആക്കം പോലെ അതും കൊടുത്ത് വീട്ടണം. അങ്ങനെ 2003 നഷ്ടങ്ങളുടെ മാസം, 2023 2003 ഇങ്ങനെ ഇപ്പോൾ എന്താ അറിയില്ല, അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ 2023 നഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ഞാനായിട്ട് ചെന്ന് പെട്ടതല്ല, ഞാൻ വീണ്ടും പറയണു, ഞാനായിട്ട് ചെന്ന് പെട്ടതല്ല, എന്നെ കൊണ്ടുപോയി തള്ളിയിട്ടതാണ്. പിന്നെ നമ്മൾ ഈ ആപ്പ് പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ കൊണ്ടുപോയി ഇട്ട ദിവസം തന്നെ ഈ ആപ്പ് പൊളിഞ്ഞപ്പോൾ ഇവരാ പൈസ എവിടെ പോയി, അവർക്ക് കിട്ടിക്കണോ, അവരുടെ നിന്ന് വാങ്ങാൻ വല്ല മാർഗമുണ്ടോ, ഇതൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് എല്ലാം ഞാൻ വീട്ടിൽ ഇനി കുടുംബങ്ങളായാലും ആയാലും നമ്മളെ കൂടെ ആരൊക്കെ നിൽക്കും ആരൊക്കെ നിൽക്കൂല എന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ പഠിച്ചു. കാരണം എന്താ വെച്ചാൽ, 5-ാം തീയതി നമ്മൾ റൂം 1 മാസം തികഞ്ഞു, നമ്മൾ അതിന് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 7-ാം തീയതി താക്കോല് കിട്ടിയില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടോ, അല്ലെങ്കിൽ എന്നാലേ കണ്ണീര് വരുള്ളൂ. ഇന്ന് പാലക്കാട് നിന്ന് വാങ്ങി വെള്ളക്കുപ്പിയാണ്, ഇപ്പോൾ ഇവിടെ നിന്ന് നിറച്ചത് കേട്ടോ. അപ്പോൾ എന്തിപ്പോൾ പറഞ്ഞോളൂ, ഞാൻ ഇവിടേക്ക് നിർത്തി. പിന്നെ 7-ാം തീയതി വന്നിട്ട് വീണ്ടും എന്നെ ചീത്ത പറയണ, ഞാൻ സാധനം വലിച്ചാണ് പുറത്തേക്ക് ഇട്ടുതരാം, എന്താണ് എനിക്ക് താക്കോല് ഞാൻ വലിച്ചാണ് പുറത്തേക്ക് ഇട്ടുതരാം, താക്കോല് തന്നില്ലെങ്കിലെന്ന് പറഞ്ഞപ്പോൾ ഈ വീഡിയോ പോലെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയണേ, നിങ്ങൾ കാരണമാണ് എന്തായത് ഇന്നെ ഓരോരുത്തർ ഇന്നെ റൂമിൽ കിടക്കാൻ ക്ഷണിച്ചത്. പെൺകുട്ടികൾ എല്ലാവർക്കും ഉണ്ടാവും ഇല്ലേ, ഇത്തിരി ഒരു ദയ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര വലിയൊരു കുണ്ടിൽ ചെന്ന് പാടും. കാരണം ഒരാൾ കാരണം ഞാൻ കടം വീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ അതിലും വലിയൊരു കുഴിയിൽ ചാടിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇത് പറയുന്നതിന് യാതൊരു മടിയില്ല. ഞാൻ ഇത്ര കാലം ഞാൻ ഉപ്പാനോടോ താത്താനോടും അനിയത്തിനോടും മിഞ്ഞാന്ന് ഞാൻ അവർ വന്നപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു കേട്ടോ, ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിന്നൊക്കെ ഞാൻ കരകയറി എന്നുള്ളത്. കാരണം നമുക്ക് എന്താണ്, ഇതിൽ ഫുള്ള് വെള്ളമാണ്, നമുക്കാണെങ്കിൽ വെള്ളത്തിന് ദാഹിച്ച് നിൽക്കുകയാണ്. നമ്മളെ മുന്നിൽ ഇത് കൊടുന്ന് വെച്ചിട്ട് ഇത് വേണോ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം അത് വേണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരപ്പുറത്ത് വേറൊന്ന് കണ്ടിട്ടാണ് ചോദിക്കണത്. ഞാൻ അങ്ങനെ ചോദിച്ചു, ഈ 1.5 കിൻഡലുള്ള ഇൻ്റെ തടിക്ക് ആകെ 36,000 ഉറുപ്പ്യൊക്കെ വില ഉണ്ടാവുള്ളൂ. ഒരു വിചാരിച്ചു നോക്കാം, 260 ഉറുപ്പ്യ ഒരു അല്ല, ഈ ചോദിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് അങ്ങനെ ഇറച്ചിക്ക് പൂതി ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടിലങ്ങാടിയിൽ എത്ര കട ഉണ്ടാ, കുറേ 3-4 കട ഉണ്ട് ഇറച്ചി പീടിക. 260 ഉറുപ്പ്യ വെച്ചിട്ട് ഇറച്ചിക്ക് കൊടുത്തുകൂടെ നിങ്ങൾക്ക്? ഈ ഒരു ഇറച്ചിക്ക് കൊടുത്തുകൂടെ? ഇത് എന്നോട് ചോദിക്കാണ്. അന്തസ്സുള്ളവര് അഭിമാനമുള്ളവരൊക്കെയാണ്, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാട്ടുമോ? ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നാളെ ഷഹീദ ഇത് പറഞ്ഞു, ഇത് പറയണം, ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഇനി എനിക്ക് പൈസ വേണോ, ഇങ്ങനെ വന്നാൽ ഞാൻ എനിക്ക് പൈസ തരാൻ ചോദിച്ചാൽ
ഷഹീദ് അങ്ങനെ നിൽക്കുന്ന ആളല്ല. അങ്ങനെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉമ്മാനെ നിങ്ങൾക്ക് അങ്ങനെ പെരി പോയിട്ട് നിങ്ങളെ മക്കളെ അല്ലെങ്കിൽ ഉമ്മാക്ക് വിളിച്ചിട്ട് പറയാം, ഉമ്മ നിങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് ഞാൻ വണ്ടിയായിട്ട് തരാം. അല്ലെങ്കിൽ മക്കളോട് പറയാം, നിങ്ങളെ മക്കള് അപ്പോൾ നിങ്ങളൊക്കെ വിചാരം ഉണ്ടാകും ഈ ഒരു മകൻ്റെ തണ്ടും തടിയൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ പണിയെടുത്ത് കണ്ട് ഉണ്ടാക്കുന്ന പൈസ എന്നുള്ളത്. അപ്പം ഞാൻ വീണ്ടും പറയണു, ഇങ്ങനെ നമ്മൾ അത്രയും അറിയണ ആൾക്കാർ ഇങ്ങനെ പൈസ തരാമെന്ന് പറഞ്ഞ് വിളിച്ചതിനേക്കാട്ടിലും നല്ലത് നിങ്ങൾ സ്വന്തം ഉമ്മാനെയും നിങ്ങളെ മക്കളെയൊക്കെ വിളിച്ചു നോക്കുക. അപ്പോൾ അവർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പൈസ നിങ്ങൾ അവർക്ക് കൊടുക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇനി എന്താണ് പ്രശ്നം, എന്താണ് കാര്യം ചോദിച്ചാൽ ആരും വരണ്ട. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ. കാരണം വീണെടുത്തുനിന്ന് എഴുന്നേൽപ്പിച്ചാൽ ആരും ഉണ്ടാവില്ല എന്നുള്ളത്. ആ വീണ് കിടക്കണ സമയത്ത് കുത്താൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും എന്നുള്ളത് ഞാൻ ഇതുമ്പോൾ മനസ്സിലാക്കിയതാണ്. പിന്നെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും എൻ്റെ ഇതിൽ എന്തെങ്കിലും ഇത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഇങ്ങനെ ഈ പൈസ പ്രശ്നത്തിൽ കുടുങ്ങി എന്നുള്ളതും ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതും പിന്നെ എന്നെ മൂത്താപ്പാൻ്റെ ബിൽഡിങ്ങിൽ നിന്ന് എന്നെ ഒഴിപ്പിച്ചു എന്ന് കണ്ടപ്പോഴും ഞാൻ ഒരുപാട് ബാധ്യതയിലാണ് എന്ന് കണ്ട സമയത്തും എൻ്റെ കുടുംബത്തിൽ നിൻ്റെ ആങ്ങളാരോ അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ളവരോ തിരഞ്ഞു വരുന്നതിനെക്കാട്ടിലും മുന്നേ എന്നെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ എൻ്റെ ശരീരം ചോദിച്ചിട്ട് ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്നൊന്നും വീഴാതെ ഞാൻ ഈ കുട്ടിനെയും കൊണ്ട് ഞാൻ ഇവിടെ താമസമാക്കിയത കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല, ആരും സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ദ്രോഹിക്കരുത് എന്നുള്ള ചെറിയൊരു ഇതില്ലേ. ഇനിയിപ്പോൾ നാളെ ഇനി ഇത് പറഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്, അത് ഞാൻ ചുരുക്കി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാനത് മുഴുവൻ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ അല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ വിചാരം ഉണ്ടാകും യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടാണ് ഇത് ചോദിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളത്. യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഇതൊന്നുമല്ല അല്ലേ. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാരും ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. 1 മണിക്കൂറായി. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് ഇന്ന് തന്നെ അപ്ലോഡ് ആക്കും. അപ്പോൾ ഇനി ഞാൻ കരയില്ല എന്ന് വിചാരിച്ചതാണ്. ഇനി ഞാൻ കരയില്ല, ഞാൻ എന്താക്കൂല 1 മണിക്കൂർ ഇനി ഞാൻ കരയൂല. ഞാൻ നിങ്ങളോട് ഇത് ചോദിക്കാനും വന്നതല്ല കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.